അപ്പോൾ ഏത് തരത്തിലുള്ള അമിതമായിട്ടുള്ള ചിന്തയാണെങ്കിലും, അല്ലെങ്കിൽ ഏത് കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അമിതമായിട്ടുള്ള ചിന്തയാണെങ്കിലും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉപബോധ മനസ്സിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മളെ കൊണ്ട് അമിതമായിട്ട് ഈ ചിന്തിപ്പിക്കുന്നത്. ഏത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കാനുള്ള, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അതിനുള്ള ഒരു ഊർജം തരുന്നത് ഈ ഉപബോധ മനസ്സിലുള്ള ഈ ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ പല രീതിയിൽ നോക്കിയിട്ടും ഇത് മാറ്റാൻ പറ്റാത്തതിൻ്റെ കാര്യം ഇതാണ്. ഈ സ്റ്റോറേജിനകത്തുനിന്ന് വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപബോധ മനസ്സിലുള്ള ഈ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാതെ നമുക്കൊരിക്കലും ഈ അമിത ചിന്തയെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ അമിത ചിന്തയ്ക്ക് കാരണം ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ അമിത ചിന്തയ്ക്ക് കാരണം. അപ്പോൾ ഇതിനകത്ത് തന്നെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വ്യക്തിയോടുള്ള നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. രണ്ട്, ആ വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു ഡീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബന്ധമുണ്ട്. ഏത് തരത്തിലുള്ള ബന്ധമാണ് നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ടുള്ളത്? സൗഹൃദമാണോ, അതല്ലെങ്കിൽ പ്രണയമാണോ, അതല്ലെങ്കിൽ പങ്കാളിയാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് പാർട്ട്ണറാണോ? ഏതാണെങ്കിലും അതേക്കുറിച്ചും നിങ്ങൾക്കൊരു മനോഭാവമുണ്ട്. ഇപ്പോൾ പ്രണയമാണെങ്കിൽ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു മനോഭാവമുണ്ട്. സൗഹൃദമാണെങ്കിൽ സൗഹൃദത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു മനോഭാവമുണ്ട്. ഇതും ഈ ഉപബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, വ്യക്തിയെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡും, ഈ രണ്ട് കാര്യത്തിലും മാറ്റം വരുത്തിയെങ്കിലേ ഈ അമിത ചിന്തയ്ക്ക് ഇവിടെ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അമിത ചിന്ത ഇല്ലാതാക്കാൻ പറ്റത്തുള്ളൂ.